എൻ്റെ സാറേ എന്താണെന്നറിയില്ല, പഠിക്കാനൊരു മൂഡില്ല. സത്യം പറഞ്ഞാൽ പഠിക്കാൻ ഭയങ്കര മടിയാണ്. 10ാം ക്ലാസ് വരെയൊക്കെ ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ടായിരുന്നു. +1 എത്തിയതിന് ശേഷം തീരെ പഠിക്കാൻ തോന്നില്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഈ അവധിയൊക്കെ ആയിരുന്നില്ലേ, ഞാൻ മോളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ +1 പഠിക്കുന്ന കുട്ടികൾ അവരൊക്കെ ഓടിത്തന്ന് വന്നിട്ട് സാറേ ക്ലാസ് കൊണ്ടാണ് 10ാം ക്ലാസ് എനിക്ക് നല്ല മാർക്ക് കിട്ടുക. അപ്പം ഞാൻ ചോദിക്കും, എടാ +1 എങ്ങനെയുണ്ട്, പഠിക്കലൊക്കെ തുടങ്ങിയോ, കുറേ കാലമായില്ലേ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ചിരിയാ. എന്നിട്ട് അവർ സാറേ പഠിക്കാൻ തോന്നില്ല സാറേ, ഭയങ്കര മടിയാണ്, മൂഡില്ല സാറേ. ആൻഡ് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ. അത് 2 ദിവസം മുമ്പ് ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു റിച്ച് ഗൈനെ കണ്ടു. മൂപ്പർക്കൊരു 15-16 കോടി രൂപയുടെ ആസ്തിയൊക്കെ ഉണ്ടാവും. അപ്പോൾ മൂപ്പരോട് എങ്ങനെ പറഞ്ഞാൽ, ഞാൻ ഈ +2 കുട്ടികൾക്കൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ മെയിൻ പ്രശ്നം തന്നെ ഒരു ഡിസിപ്ലിൻ ഇല്ല, ഒരു കൺസിസ്റ്റൻസി ഇല്ല, ഭയങ്കര മടിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ മൂപ്പർ പറഞ്ഞു, അങ്ങനെ ആയിരിക്കണം, എല്ലാവരും ഡിസിപ്ലിനും കൺസിസ്റ്റൻ്റ് ഒക്കെ ആണെങ്കിൽ പിന്നെ എല്ലാവരും എന്നെ പോലെ ആയിപ്പോലെ. മൂപ്പര് തമാശയൊക്കെ പറഞ്ഞാണ്. പക്ഷേ എനിക്കത് ആലോചിച്ചപ്പോൾ ഭയങ്കര സത്യം തോന്നുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ വളരെ കുറച്ച് ആൾക്കാരല്ലേ ഈ ഭയങ്കര സക്സസ്ഫുൾ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ കാണുന്നുള്ളൂ. അപ്പം അവരൊക്കെ എന്താണ് ഈ മടിയൊക്കെ മാറ്റി എന്നും ഫോക്കസ്ഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മതി. അല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ജീവിതം, ഭൂരിഭാഗം ആൾക്കാർ ഒരു സാധാരണ ജീവിതം നയിക്കാൻ പോവുക. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, അങ്ങനെ മതിയെങ്കിൽ, അതായത് നിങ്ങൾ +2 നല്ല മാർക്കൊന്നും വാങ്ങിയില്ല, നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാനൊന്നും പോകുന്നില്ല, ഉറപ്പല്ലേ? ചിലപ്പോൾ നിങ്ങളെ പാരൻസ് തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആവുന്നത്ര നിങ്ങൾക്ക് ഭക്ഷണം തരും അല്ലേ? അപ്പം അതൊക്കെ മതി എന്നാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ പ്രശ്നമൊന്നുമില്ല. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ്, ദിസ് ഈസ് നോട്ട് ഫോർ എവ്രി വൺ. ഈ മടിയൊക്കെ മാറ്റിയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. എല്ലാവരും അങ്ങനെ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും വലിയ നിലയിലെത്തിയാണ് അല്ലേ? വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. സോ ഒന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മതിയോ എന്നുള്ളത്. ഇങ്ങനെയൊക്കെ മതിയെങ്കിൽ പോട്ടെ, എന്തിനപ്പോൾ പഠിക്കുന്നത്, ഇവിടെ വെച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മളൊക്കെ എഫേർട്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇന്ന് 4 മണിക്കൂറൊക്കെ പഠിക്കണം എന്നാലേ നടക്കുള്ളൂ. അതേ സ്ഥാനത്ത് എഫേർട്ടിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ആ എൻഡ് റിസൾട്ടിലൊന്ന് ഫോക്കസ് ചെയ്ത് നോക്ക്. അതായത് ഇപ്പം പഠനത്തെയും നമുക്ക് ജിമ്മിൽ പോകുന്നതിനൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അത് ജിമ്മിൽ പോകാന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും അത്രയും സുഖമില്ലാത്ത ഒരു കാര്യമില്ല അല്ലേ? കുറേ കാലം മുമ്പ് വരെ ഞാനും ജിമ്മിൽ പോകും, 2-3 ദിവസം പണിയെടുക്കും, പിന്നെ പൈസ പോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പോകാറുണ്ടായിരുന്നില്ല. കാരണം എന്താ, ഭയങ്കര പെയിനാണ്, രാവിലെ എഴുന്നേക്കണം, കഷ്ടപ്പെടണം, എല്ലാ സ്ഥലത്തും വേദനയായിരിക്കും അല്ലേ? പക്ഷേ ജിമ്മിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരുടെ മോട്ടിവേഷൻ എന്തായിരിക്കും? അവർക്ക് ഈ വേദനയൊന്നും ഇല്ലായിട്ടാണോ, ഈ പെയിനൊന്നും ഇല്ലായിട്ടാണോ, ഈ കഷ്ടപ്പാടൊന്നും ഇല്ലായിട്ടാണോ? അല്ലല്ലേ. അവരുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നെങ്കിൽ ഒന്നുകിൽ എന്തായിരിക്കും, ആ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പോകുന്ന അവർക്ക് കിട്ടുന്ന ആ ഒരു പ്ലഷർ. അല്ലെങ്കിലോ ഇപ്പം എൻ്റെയൊക്കെ അതിനേക്കാൾ ഉപരി എൻ്റെയൊക്കെ പ്ലഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയസ്സാം കാലത്ത് പരസഹായം ഇല്ലാതെ നടക്കാൻ പറ്റണം, മരിക്കുന്നവരെ ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്നുള്ള അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടാകുമ്പോൾ ഈ രാവിലെ ട്രെഡ്മില്ലിൽ പോകുന്നതോ അല്ലെങ്കിൽ ഡംബൽസ് എടുത്ത് ഇങ്ങനെ ആക്കുന്നതൊന്നും എന്തല്ല നമുക്കൊരു ബുദ്ധിമുട്ടായി മാറൂല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ പഠനവുമായിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്ക്. അതായത് ഇന്ന് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ തോന്നൂല. അതേ സ്ഥാനത്ത് ഇന്നൊരു 2 മണിക്കൂർ പഠിച്ചാൽ അടുത്ത വർഷം 1 വർഷം റിപ്പീറ്റും കൂടി ചെയ്താൽ എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കയറാം, അല്ല IIT-ലോ NIT-ലോ എനിക്ക് കയറാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്താ, എൻ്റെ കുടുംബം രക്ഷപ്പെടും, എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റും, എനിക്ക് ഫ്രീഡം കിട്ടും, എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടും, എനിക്ക് നല്ല സ്റ്റാറ്റസ് കിട്ടും. എന്നെ കളിയാക്കിയ ആൾക്കാരുടെയൊക്കെ മുന്നിൽ നിവർന്ന് നിന്ന് നടക്കാൻ എനിക്ക് പറ്റും. ഇന്ന് 2 മണിക്കൂർ പഠിച്ചാൽ മതി എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. റാദർ ദാൻ ഫോക്കസിങ് ഓൺ ദ എഫേർട്ടിന് പകരം എൻ റിസൾട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ വെറുതെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്താണ്. ഞാൻ അവിടെയും എന്താണ്, നിങ്ങൾക്ക് ഒരു സാധനവും ഇല്ലെങ്കിൽ പിന്നെന്താ, നിങ്ങൾ ഇപ്പോൾ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നത് കുഴപ്പമില്ല. അതായത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ഫോർച്യൂൺസ് ഒന്നും ഇല്ലെങ്കിലും പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലേ? സോ ആദ്യം പറഞ്ഞ കാര്യം ഇതെല്ലാവർക്കും ഉള്ളതല്ല. എല്ലാവരും ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ രക്ഷപ്പെടും. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എഫേർട്ടിനൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ എൻഡ് റിസൾട്ടിനെ കുറിച്ച് ചിന്തിച്ച് നോക്ക്. ഉറപ്പായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പഠിക്കാൻ തോന്നും. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ 2 കാര്യങ്ങളും ആലോചിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്ന് തോന്നലുണ്ടെങ്കിൽ ഇപ്പം ഈ നിമിഷം ഞാൻ 4 മണിക്കൂർ പഠിക്കും നിങ്ങൾ തീരുമാനിച്ചാൽ അതോടുകൂടി എന്താണ്, ഈ പ്ലാനിങ് ഒക്കെ പാളും. നിങ്ങൾ എന്ത് ചെയ്യും, ഇത് എന്നാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, ഒരു 30 മിനിറ്റ് നിങ്ങൾ പഠിക്കൂടാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ഒരു 30 മിനിറ്റിന് വേറൊന്നും വേണ്ട ഒരു യൂട്യൂബ് വീഡിയോ മാക്സിമം ഫോക്കസോടുകൂടി കാണാൻ പറ്റും. നിങ്ങൾക്ക് 30 മിനിറ്റ്സ്
30 വേണ്ട, 15 മിനിറ്റ് നിങ്ങൾ കണ്ടാൽ മതി. ഇന്ന് നിങ്ങൾക്ക് 15 മിനിറ്റ് കാണാൻ പറ്റുമെങ്കിൽ അതെന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ നമുക്ക് കൂട്ടി കൊണ്ടുവന്നിട്ട് ഒരുപാട് കാലം നമ്മുടെ ഒരു 2 ആഴ്ചക്കുള്ളിൽ 3-4 മണിക്കൂർ നിങ്ങൾക്ക് ഡെയിലി കാണുന്ന ലെവലിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ഇന്ന് ഈ നിമിഷം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങൾ പഠിക്കാൻ സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇനി 1.5-2 മണിക്കൂറൊക്കെ പഠിക്കാനാകുമ്പോൾ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എഡ്യൂപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ. കൃത്യമായിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുള്ളൂ. നിങ്ങളുടെ സബ്ജക്റ്റ് എല്ലാം അടിപൊളിയായി പഠിപ്പിച്ചു തരും. ബോർഡ് എക്സാമിൽ നല്ല മാർക്ക് കിട്ടും. മോർ ഓവർ നിങ്ങൾ ആ ട്രാക്കിലാക്കി, നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, പറഞ്ഞ ഷെഡ്യൂൾ അതേപോലെ ഫോളോ ചെയ്താൽ മതി. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന ഇതിലൊന്ന് ഫില്ല് ചെയ്താൽ മതി കേട്ടോ. അതിനല്ല, ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയട്ടാ. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളുടെയൊക്കെ ഒരു തോന്നൽ എന്താ വെച്ചാൽ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ആഘോഷങ്ങൾക്കും ആസ്വാദനത്തിനും ഫണ്ണിനും പ്ലഷറിനും മാത്രമുള്ള ഒരു സംഭവമാണ്. ശരിക്കും അങ്ങനെ അല്ലടാ. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നന്മയിൽ അതിശക്തമായിട്ട് കൂടെ നിൽക്കുന്നതിനും കൂടെ പറയുന്ന ഒരു പേരാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളൊരു 4 ആൾക്കാർ ഇനി മുതൽ തീരുമാനിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യാം, ഡെയിലി ഒരു അരമണിക്കൂറോടെ നമുക്ക് പഠിക്കാം. ഒരുമിച്ച് ഒരേ സബ്ജക്റ്റ് ഒന്നും പഠിക്കണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, എന്നും രാത്രി 7:30 എല്ലാവരും ഒന്ന് വാട്സപ്പിലൊന്നൊരു ഗ്രൂപ്പ് കോൾ ചെയ്തിട്ട് നമുക്കൊരു 8:30 വരെ 1 മണിക്കൂർ ഒന്ന് പഠിക്കാം എന്നൊരു 4 ആൾക്കാർ ഇന്ന് മുതൽ തീരുമാനിച്ചാൽ മാർച്ചിൽ നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ 4 ആൾക്കാരായിരിക്കും ക്ലാസ്സിൽ ടോപ്പ്. അങ്ങനെയുള്ള സഹകരണത്തിനും കൂടി പറയുന്ന പേരാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളെ ഒരു 4-5 ആൾ അല്ലെങ്കിൽ ഇങ്ങനെ സഹകരിക്കാൻ നിങ്ങൾക്ക് സാധ്യതയുള്ള കുറച്ച് ആൾക്കാരുടെ മുഖങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള, ചിലപ്പോൾ നിങ്ങളോട് 10ാം ക്ലാസ് പഠിച്ച കുറച്ച് കുട്ടികളായിരിക്കാം. ജസ്റ്റ് ഒന്ന് ഓർത്ത് എടുത്ത് നോക്ക്, അവർക്ക് ചുമ്മാ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അവരിങ്ങോട്ട് ചോദിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം, എന്ത് നമുക്ക് ഒരുമിച്ച് പഠിച്ചാലോ എന്നുള്ളത്. അങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് പഠിക്കുക. ഡെയിലി ഒരു പെർട്ടിക്കുലർ ടൈം, തുടക്കത്തിൽ നിങ്ങൾ 10 മിനിറ്റോ 15 മിനിറ്റോ എടുത്തോ, അല്ലെ 1 മണിക്കൂർ ഒരുമിച്ച് പഠിച്ചോ. പിന്നെ അത് മെല്ലെ മെല്ലെ കൂട്ടി വന്നാൽ മതി. വേറൊരു പ്ലാനും വേണ്ട. തുടങ്ങുമ്പം ഇന്ന സമയം മുതൽ നമുക്ക് പഠിക്കാം. നിനക്ക് ഇഷ്ടമുള്ള പഠിച്ചോ, മറ്റൊരു അവർക്ക് ഇഷ്ടമുള്ള പഠിച്ചോട്ടെ. ലാസ്റ്റ് 7:30 തുടങ്ങി 8:30 ആകുമ്പോൾ ഒന്നും കൂടെ വിളിക്കുക, ഞാൻ ഇന്നതാ പഠിച്ചത്, നമുക്ക് നാളെയും പഠിക്കാമല്ലോ. അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എന്ത് ചെയ്യണം, നിങ്ങൾ ഇനി മുതലൊന്ന് ആസ്വദിച്ച് തുടങ്ങണം. സോ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളെ ചുറ്റുമുള്ള 5-6 ആൾക്കാർ, നിങ്ങളെ കൂടെ നിൽക്കുമെന്ന് തോന്നുന്ന 5-6 ആൾക്കാർക്ക് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചില കുട്ടികൾ അപ്പോൾ പറയുന്നൊരു കാര്യം, എനിക്കങ്ങനെ ഒറ്റ ഫ്രണ്ട്സും ഇല്ല സാറേ എന്ന് പറയുമ്പോൾ, പരിചയമുള്ള ആരെങ്കിലും ഇല്ലടാ, വെറുതെ അവർക്കൊന്ന് അയച്ചോ ക്ലാസ്സിലെ, അവർ നിന്നോട് പറയടാ നമുക്ക് ഒരുമിച്ച് പഠിച്ചാലോ എന്നുള്ളത്. ആൻഡ് ഇതെന്ത് ചെയ്യുക, ഒരു നന്മയുടെ ആഘോഷമാക്കി എടുക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 3 മാസമാണ് നല്ല രീതിയിൽ പഠിക്കാൻ കിട്ടുക. പിന്നെ നിങ്ങൾ ഫുള്ള് ബിസി ആയിരിക്കും. സോ ആ 3 മാസം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തി ഇപ്പം ഈ നിമിഷം മുതൽ തുടങ്ങുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ സ്ലൈഡ് പറഞ്ഞതുപോലെ ഇന്ന് 15 മിനിറ്റ് പഠിക്കാം. ഇനി നിങ്ങൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്ത് ചെയ്യാം, അത് വെച്ച് അടുത്ത വീഡിയോ ചെയ്യാം. സോ ഇപ്പം തന്നെ ആ 5-6 ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ.